ഹലോ, നമ്മൾ ഇന്നത്തെ നമ്മുടെ കോൺസെപ്റ്റ് എഡ്യൂക്കേഷൻ സീരീസ് UGC നെറ്റ് 2024 ജൂൺ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് എഡ്യൂക്കേഷൻ സീരീസിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസറും അതുമായി ബന്ധപ്പെട്ട ചില കോൺസെപ്റ്റുകളും ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക എന്നതാണ് ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. ആദ്യമായിട്ട് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് റിസർച്ച് ഓർ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഏത് ഫിലോസഫിയുടെ അണ്ടറിൽ വരുന്നത് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് പോസിറ്റീവിസം തന്നെയാണ്. പോസിറ്റീവിസം ഫിലോസഫിയുടെ അണ്ടറിൽ വരുന്ന ഒരു മെത്തേഡ് ആണ് ബേസിക്കലി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പോസിറ്റീവിസം, അതുപോലെ തന്നെ ഇന്റർപ്രിറ്റേറ്റീവിസം എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസ്ട്രക്റ്റീവിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നായിരുന്നു. അപ്പൊ ഇതിന് ജസ്റ്റ് ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പൊ എന്തായാലും നമ്മൾ എന്താണ് പോസിറ്റീവിസം എന്നൊരു ഭാഗത്ത് നമ്മൾ ആദ്യം നോക്കാം. ബേസിക്കലി പോസിറ്റീവിസം എന്ന് പറയുന്നത് ക്വാണ്ടിഫിയബിൾ ഡാറ്റയുടെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിലോസഫിക്കൽ സ്ട്രക്ചറാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അതിനെ മെഷറബിൾ ഫോമിൽ ഉള്ള ഒരു സംഭവത്തിന് മാത്രമേ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഉള്ളൂ എന്ന് കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു ഫിലോസഫിക്കൽ വ്യൂ പോയിന്റ് ആണ് പോസിറ്റീവിസം എന്ന് പറയുന്നത്. പോസിറ്റീവിസം സ്റ്റേറ്റ് ദാറ്റ് ഇഫ് സംതിങ് ഈസ് നോട്ട് മെഷറബിൾ ഇൻ ദിസ് വേ ഇറ്റ് കനോട്ട് ബി നോൺ ഫോർ സർട്ടൻ. എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്ത് തൂക്കി എടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയാത്ത എന്തൊരു വസ്തുവിൽ നിന്നും കൃത്യമായ ഒരു നോളജ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് ഒരു ഒബ്ജക്റ്റീവ് നോളജ് ആയി മാറില്ല എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ വ്യൂ പോയിന്റ് ആണ് ബേസിക്കലി പോസിറ്റീവിസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എംപിരിസിസം എന്താണെന്ന് നമുക്കറിയാം. ഈ എംപിരിസിസത്തിന്റെ ഒക്കെ ഒരു ബേസിലുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നതും പോസിറ്റീവിസം എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവിസം ബേസിക്കലി പറയുന്നത് anything that cannot be observed and thus in some way measured is of little or no importance. നമ്മളുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഒരു വസ്തുവിനെ, ഒരു ഡാറ്റ, ഇപ്പൊ നമ്മൾ ബേസിക്കലി റിസർച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ റിസർച്ചിൽ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അപ്പൊ ഈ ഡാറ്റയെ നമ്മൾ എടുക്കേണ്ടത് ഒരു ക്വാണ്ടിഫിയബിൾ മോഡലിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ക്വാണ്ടിറ്റി, ഒരു മെഷറബിൾ ക്വാണ്ടിറ്റിയിലായിരിക്കണം നമ്മൾ എടുക്കുന്ന ഡാറ്റ. അങ്ങനെ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ്, അങ്ങനെ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ കഴിയുന്ന ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് റിസർച്ച്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന റിസർച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സുകളിൽ പെട്ടതാണ്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരു റിസർച്ചർ എന്ന രൂപത്തിൽ ഞാനൊരു റിസർച്ച് നടത്തുമ്പോൾ എന്റെ പേഴ്സണൽ വ്യൂ പോയിന്റ് ആ റിസർച്ചിന്റെ റിസൾട്ടിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്വാധീനിക്കാൻ പാടില്ല. അതാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് റിസർച്ച് ഉണ്ടാവണമെങ്കിൽ അവിടെ അതിന്റെ ഡാറ്റ കൃത്യമായ ക്വാണ്ടിഫിയബിൾ രൂപത്തിലായിരിക്കണം എന്നാണ് ആര് പറയുന്നത്, പോസിറ്റീവിസം വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിന്റെ പിന്നിൽ വരുന്ന ഫിലോസഫി എന്ന് പറയുന്നത് പോസിറ്റീവിസം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ the philosophical foundations of quantitative research are rooted in positivism എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. എന്താണ് പോസിറ്റീവിസം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ പോസ്റ്റ് പോസിറ്റീവിസം എന്ന് പറയുന്ന ഒരു അപ്രോച്ചും കൂടി ഉണ്ട്. നമ്മളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്ന മാത്രം. നോളജ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റിസർച്ചേഴ്സ് പെർസ്പെക്റ്റീവ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഉദാഹരണം പറയാ, ഇഷ്ടത്തെക്കുറിച്ച് എന്ത് കാണുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവിനോട് നമുക്ക് ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു വസ്തുവിനോട് നമുക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് കൃത്യമായിട്ട് ഒരു ഡാറ്റ ബേസ് ചെയ്ത് ഒരു കൃത്യമായ കണക്കിൽ അതിന്റെ ഡാറ്റ എടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു റിസർച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡർ, അപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള രാജ്യത്തുള്ള ജനങ്ങളുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് നടത്തുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ അട്രാക്ഷനെ ഒരു ഡാറ്റയായിട്ട് ഒരു അളന്നെടുക്കാൻ, അതിന്റെ ഡാറ്റ നമുക്ക് അളന്നെടുക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെ അളന്നെടുത്ത് അത് ബേസ് ചെയ്ത് റിസർച്ച് ചെയ്യുമ്പോൾ മാത്രമേ അതൊരു ഒബ്ജക്റ്റീവ് റിസർച്ചായി മാറുള്ളൂ എന്നാണ് എന്നാണ് പോസിറ്റീവിസം പറയുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവിസത്തിന്റെ ഫിലോസഫിയുടെ അണ്ടറിൽ വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞത്. എന്നാൽ പോസ്റ്റ് പോസിറ്റീവിസ്റ്റ് അപ്രോച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഇങ്ങനെ ഒരു ഡാറ്റ നമ്പർ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ക്വാണ്ടിഫിയബിൾ ഫോർമാറ്റിൽ കളക്ട് ചെയ്താൽ മാത്രമേ അവിടെ ഒരു ഒബ്ജക്റ്റീവ് റിസർച്ച് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതും ഒരു പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ നമ്പർ ഫോർമാറ്റിൽ കളക്ട് ചെയ്യുന്നതും ഒരു ഒബ്ജക്റ്റീവായ റിസർച്ചിന്റെ സാധ്യതയെ
നൽകുന്നതാണ്. എന്നാൽ അതേപോലെ തന്നെ ആളുകളുടെ വ്യൂ പോയിന്റ്, ആളുകളുടെ അതുപോലെ തന്നെ ആളുകളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ്, ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടേതായ ഇമോഷണൽ എലമെന്റുകളൊക്കെ ഒരു അങ്ങനെ ആ തരത്തിലൊരു ക്വാളിറ്റേറ്റീവായ റിസർച്ച് നടത്തിയാൽ അതും നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് റിസൾട്ട് കൊണ്ടുതരും എന്ന് ആണ് പോസിറ്റിവിസ്റ്റ് വ്യൂ പോയിന്റിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പിന്നീട് കടന്നു വന്നിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത് പോസ്റ്റ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ തന്നിട്ടുള്ള ഒന്നായിരുന്നു ഇന്റർപ്രറ്റീവിസം എന്ന് പറയുന്നത്. ഇന്റർപ്രറ്റീവിസം ഇതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് ഒരു എംപിരിക്കൽ ഡാറ്റ കളക്ഷൻ, നമ്മളൊരു സാധനത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുക എന്നതിന്റെ അപ്പുറത്ത് ഒരാളുകളുടെ സബ്ജക്റ്റീവ് വ്യൂസ്, എമോഷൻസ്, അവരുടെ ഒപ്പീനിയൻസ്, ഇതിനെയൊക്കെ കണക്കിലെടുക്കുന്ന നമ്മൾ പോസ്റ്റ് പോസിറ്റിവിസ്റ്റ് അപ്രോച്ചിൽ കടന്നു വരുന്ന ഒന്നാണ് ഇന്റർപ്രറ്റീവിസം എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർപ്രറ്റീവിസം ഈസ് എ ഫിലോസഫിക്കൽ പൊസിഷൻ ആൻഡ് റിസർച്ച് മെത്തേഡ് ദാറ്റ് അനലൈസസ് ഇവന്റ്സ് ഇൻ സൊസൈറ്റി ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് വാല്യൂ സിസ്റ്റം ഓഫ് ദ സൊസൈറ്റി ഓർ കൾച്ചർ ദേ ഒക്യൂർ ഇൻ. ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്. അതുകൊണ്ട് തന്നെ ഇന്റർപ്രറ്റീവിസം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് അല്ല, അത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിലാണ് വരുന്നത് എന്ന്. അതായത് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കൾച്ചർ അല്ലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു സംഭവം രൂപപ്പെടുകയാണെങ്കിൽ അതിന് ആ സൊസൈറ്റിയുടെയും കൾച്ചറിന്റെ ഒക്കെ എത്രയും കാലത്തെ അതിന്റെ ഡെവലപ്മെന്റിന്റെ എലമെന്റുകൾ കൂടി അതിൽ ബാധിക്കും. അതല്ലാതെ കൃത്യമായിട്ടൊരു സബ്ജക്റ്റീവ് എലമെന്റുകൾ കൂടി റിസർച്ചിൽ ബാധിക്കും എന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഇന്റർപ്രറ്റീവിസം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പോസിറ്റിവിസത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവിലേക്ക് വരുമ്പോൾ പോസിറ്റിവിസം പറയുന്നത് ഒരു റിസർച്ച് ഒബ്ജക്റ്റീവ് ആവണം എങ്കിൽ കൃത്യമായിട്ട് നമ്പർ ബേസിൽ അല്ലെങ്കിൽ ക്വാണ്ടിഫിയബിൾ രൂപത്തിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ കഴിയണമെന്നാണ്. എന്നാൽ ഇവർ അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് എമോഷൻസ് അല്ലെങ്കിൽ വ്യൂ പോയിന്റ്സ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ്, അതിനെ നമുക്ക് കൃത്യമായിട്ട് നമ്പർ കണക്കിലെടുക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ അതിലൂടെയും നമുക്ക് റിസർച്ച് കൊണ്ടുവരാം, റിസർച്ച് ചെയ്യാം, അതും ഒബ്ജക്റ്റീവായ റിസൾട്ട് തന്നെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്റർപ്രറ്റീവിസവും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു വെക്കുന്നത്. ഇനി നമുക്ക് പോസിറ്റിവിസത്തിന്റെയും ഇന്റർപ്രറ്റീവിസത്തിന്റെയും ഡിഫറൻസുകൾ ജസ്റ്റ് ഒന്ന് ടാബ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് പോസിറ്റിവിസം പറയുന്നത് എന്താണ്? സൊസൈറ്റി ഷേപ്സ് ദ ഇൻഡിവിജ്വൽ. സൊസൈറ്റിയാണ് ഒരു വ്യക്തിക്ക് രൂപം നൽകുന്നത്. ഇൻഡിവിജ്വൽസ് ആക്ട് ഇൻ ദെയർ ലൈഫ്സ് ആസ് എ റിയാക്ഷൻ ടു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, സോഷ്യൽ നോംസ് ദാറ്റ് ദേ ലേൺ ത്രൂ സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് ആളുകൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ഒരുപാട് സൊസൈറ്റിയുടെ ഡിഫറെന്റ് ആയ വാല്യൂസ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ബേസിക്കലി ഓരോ ഇൻഡിവിജ്വലും എന്നാണ് പോസിറ്റിവിസം പറയുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റിവിസത്തിൽ നമ്മൾ ബേസിക്കലി ആ ഒരു റിസർച്ച്, പോസിറ്റിവിസത്തിന്റെ അണ്ടറിൽ ഒരു റിസർച്ച് നമ്മൾ നടത്തുമ്പോൾ അത് ജനറൽ ലോസിനെ ഐഡന്റിഫൈ ചെയ്യാൻ, ജനറൽ നിയമത്തെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ച് ആണ്. മാത്രമല്ല പോസിറ്റിവിസത്തിന്റെ അണ്ടറിലായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള റിസർച്ച് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുമാണ്. ഇനി നമ്മൾ ഇന്റർപ്രറ്റീവിസത്തിലേക്ക് വരുന്ന സമയത്ത് ഇൻഡിവിജ്വൽസ് ആർ കോംപ്ലക്സ് ബീയിങ്സ് ഹു എക്സ്പീരിയൻസ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി വെരി ഡിഫറെന്റ്ലി ആൻഡ് ആക്ട് കോൺഷ്യസ്ലി ഇൻ ദർ ലൈഫ്സ്. അതായത് ഓരോ ഇൻഡിവിജ്വലിന്റെ ഒപ്പീനിയനും ഓരോ ഇൻഡിവിജ്വലിന്റെ വ്യൂ പോയിന്റും ഡിഫറെന്റ് ആണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിൽ നിന്ന് ഡിഫറെന്റ് ആണ് എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു ഫിലോസഫിക്കൽ വ്യൂ പോയിന്റ് ആണ് ഇന്റർപ്രറ്റീവിസം. പോസിറ്റിവിസത്തിൽ എന്താ പറഞ്ഞത്? എല്ലാ ഇൻഡിവിജ്വലുകളുടെയും അവരുടെ ഷേപ്പിംഗ് നടക്കുന്നത് സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസിൽ നിന്നാണ്. എന്നാൽ ഇവിടെ ഓരോ ഇൻഡിവിജ്വലിന്റെയും ഒപ്പീനിയൻസും മറ്റു കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ട് തന്നെ രൂപപ്പെടുന്നതാണ് എന്നാണ് ഇന്റർപ്രറ്റീവിസം പറയുന്നത്. അപ്പൊ അതിന്റെ ഓരോ എലമെന്റുകൾക്കും, ഓരോ ഇൻഡിവിജ്വലിന്റെ ഒപ്പീനിയൻക്കും, ഓരോ ഇൻഡിവിജ്വൽ ഉണ്ടാകുന്ന ഇമോഷൻസിനും അവരുടെ വ്യൂ പോയിന്റിനും ഒക്കെ റിസർച്ചിൽ പ്രസക്തി ഉണ്ട് എന്ന് പറയുന്ന ടീമാണ് ഇന്റർപ്രറ്റീവിസം എന്ന് പറയുന്നത്. അപ്പോ ഇത് ബേസിക്കലി ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് ഇന്റർപ്രറ്റീവിസത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഓപ്ഷനിലുള്ള മറ്റൊന്നാണ് കൺസ്ട്രക്റ്റീവിസം എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവിസം എന്താണെന്ന് പറഞ്ഞാൽ, കൺസ്ട്രക്റ്റീവിസം ബേസിക്കലി നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ്. അതാണ് കൺസ്ട്രക്റ്റീവിസത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. കൺസ്ട്രക്റ്റീവിസം ഇസ് ദ തിയറി ദാറ്റ് സേസ് ലേണേഴ്സ് കൺസ്ട്രക്ട് നോളജ് റേദർ ദാൻ ജസ്റ്റ് പാസീവ്ലി ടേക്ക് ഇൻ ഇൻഫർമേഷൻ. ബേസിക്കലി ഒരു വ്യക്തിക്ക് ഒരു അറിവ് കിട്ടുമ്പോൾ അവിടെ ശരിക്കും അവർ നോളജ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് എന്നാണ് കൺസ്ട്രക്റ്റീവിസം ഫിലോസഫി പറയുന്നത്. അതായത് ഈ ലോകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, ഒരു എക്സ്പീരിയൻസ് ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ മുമ്പ് അവർക്കുണ്ടായ ഒരു പ്രീ എക്സിസ്റ്റിംഗ് നോളജിനെ ഈ എക്സ്പീരിയൻസുമായി കൂട്ടിച്ചേർത്ത് ആളുകൾക്ക് നോളജ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ പുതിയൊരു നോളജ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് കൺസ്ട്രക്റ്റീവിസം എന്ന് പറയുന്നത്.
അപ്പോ നമ്മൾ ഇതിൽ ബേസിക്കലി മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പോസിറ്റീവിസം ആണ്. പോസിറ്റീവിസത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മളെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞത്. മറ്റൊന്ന് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ഇന്റർപ്രറ്റീവ്സം എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് ഇതിൽ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യനിൽ. പിന്നെ കൺസ്ട്രക്റ്റീവ്സം എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് കൂടി അവിടെ പറയുന്നത് മാത്രം. കൺസ്ട്രക്റ്റീവ്സം എന്ന് പറഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് ആയ ഓൾറെഡി ഉള്ള നോളജിന്റെ ബേസിൽ പുതിയൊരു എക്സ്പീരിയൻസോ മറ്റോ ലഭിക്കുമ്പോൾ മനുഷ്യന്മാർക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെയാണ് നോളജ് രൂപപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു കേസാണ് കൺസ്ട്രക്റ്റീവിസം എന്ന് പറയുന്നത്. It means that knowledge is built upon other knowledge. ഒരു നോളജ് ഉണ്ടാവുന്നത് മറ്റൊരു നോളജിന്റെ മുകളിലാണ് അല്ലെങ്കിൽ അതിന്റെ ബേസിലാണ് എന്നാണ് ഏത് പറയുന്നത്, കൺസ്ട്രക്റ്റീവിസം പറയുന്നത്. സ്റ്റുഡൻസ് ടേക്ക് പീസ് ആൻഡ് പുട്ട് them together in their own unique way, building something different than what another student will build. ഒരാൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, മറ്റൊരാൾക്കും ഒരു പക്ഷെ അതേ എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷെ ഇത് രണ്ടിന്റെയും ബേസ് ചെയ്തിട്ട് രണ്ടാൾക്കും ഉണ്ടാകുന്ന നോളജ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. കാരണം അവർക്ക് ഓൾറെഡി ഉള്ള പ്രീ എക്സിസ്റ്റിംഗ് നോളജിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്, പുതിയൊരു നോളജിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നാണ് കൺസ്ട്രക്റ്റീവ്സും പറയുന്നത്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഏത് ഫിലോസഫിയുടെ അണ്ടറിലുള്ളതെന്നാണ്. വളരെ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് കംസ് അണ്ടർ പോസിറ്റീവിസം ഫിലോസഫിയാണ്. അപ്പൊ എന്താണ് പോസിറ്റീവ്സും നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അവിടെ വരുന്നത് നമ്മൾ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് ഇന്റർപ്രിറ്റേഷനും നമ്മൾ പറഞ്ഞു, അവസാനം കൺസ്ട്രക്റ്റീവ്സും നമ്മൾ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ യു ക്യാൻ കമന്റ് അണ്ടർ ദിസ് വീഡിയോ. ഐ വിൽ ഷുവർലി റിപ്ലൈ. ഓക്കെ, താങ്ക് യു.